ഇനി നിങ്ങൾക്ക് അതുമല്ല രസം, ഞാൻ വേറൊരു രസം കൂടി കാണിച്ചു തരാം. ബിന്ദു, അവളെ പേരെന്താ ഫസ്റ്റ് ഇട്ടിരിക്കുന്നത്? ബിന്ദു. രണ്ടാമത്തെ വേർഡ് എന്താ ഇട്ടിരിക്കുന്നത്? അസ്ന. അസ്ന ആരാ? മുസ്ലിം അല്ലേ? ബിന്ദുവും അസ്നയും. എന്തിനടേ എന്തിനടേ ഒടേ. സ്വന്തം അച്ഛനിട്ട പേരിൽ വരാൻ പറ്റാത്ത നീയൊക്കെയാണോടി ഇവിടെ വന്ന് കൊണയ്ക്കണത്? പോയി ചാകടി, അതടി വേണ്ടത് കേട്ടോ. വല്ല വണ്ടിക്കും തല വെക്കടേ മോണെ. ഡാഷ് പൊളിച്ചത് ആണോ? എങ്ങനെയാടാ നിൻ്റെ തള്ളയുടെ പൊളിക്കാതെ? ആണോടാ? പിന്നെ നീ കമ്പിപ്പാര എടുത്ത് നീയാണോ പൊളിച്ചത്? പറയേ. നിനക്ക് ബുദ്ധിയില്ലേ? ഇല്ലടാ. ഹന്ന തസ്നി ഇല്ലടി. എന്തിനാണ് തെറി വിളിക്കുന്നത്? ഫാത്തിമ സുഹറ ചുമ്മതാടോ. നിങ്ങൾ മുസ്ലിം ആയതാണോ? യെസ്. ബുർക്ക ഇട്ടിട്ട് എന്താ കാര്യം? മുഖം എല്ലാവരും കാണുന്നില്ലേ? റിപ്ലൈ താത്താത്ത. ആണോ? ആയിക്കോട്ടെ, കണ്ടോട്ടെ, കുഴപ്പമുണ്ടോ? ഞാൻ ചെയ്യുന്ന തെറ്റിന് എനിക്കല്ലേ ശിക്ഷ, നീ പേടിക്കണ്ട കേട്ടോ. കണ്ടിട്ട് കുറേ ദിവസമായി. ഷൈൻ ആണോ? മുസ്ലിമാണോ? ഇസ്ലാമിലേക്ക് വന്നതാണ്. ബിന്ദു ഇറങ്ങിപ്പോടാ. തന്തയില്ല കഴിവേറുകൾ വന്നുകൊണ്ടേയിരിക്കും. തന്തയില്ല കഴിവേറുകളല്ല, നല്ല തന്തയ്ക്ക് പറക്കാത്ത കഴിവേറ്. ഞാൻ പറയുന്നു, മേലെ ഇരിക്കുന്ന 95 പേരോടായിട്ട് പറയുന്നു, സ്നേഹമുള്ളവർ, എന്നോടൊരു തരിയെങ്കിലും സ്നേഹമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പോവാം. കാരണം ഞാൻ ഈ തന്തയില്ല കഴിവേറുകൾക്ക് മറുപടി കൊടുക്കുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് പോലും എന്നോടൊരു ദേഷ്യം തോന്നണ്ട. അപ്പോൾ അതോടെ കൊണ്ട് എന്നെ സ്നേഹിക്കുന്ന 1 2 ഏകദേശം 36 പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ആ 36 ലൈക്ക് കിട്ടിയിട്ടുണ്ട്. അതോടെ കൊണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോവാട്ടോ. ഞാൻ പറയുന്നു, കുട്ടികൾ എത്രയിലെ പഠിക്കുന്നു? എൻ്റെ കുട്ടികൾ പഠിക്കാനായിട്ടില്ലടാ, ചെറിയ മക്കളടാ. ലുലു അനസ് മക്കൾ പിഴച്ചുണ്ടായതാണോ? അതെന്താ, നിൻ്റെ തള്ള നിന്നെ പഴപ്പിച്ചിട്ടാണോ ഉണ്ടാക്കിയത്? നാട്ടുകാരൊക്കെ കൂടി കയറി ഇറങ്ങി പഴച്ചിട്ടാണോടാ നീ ഉണ്ടായത്? അതുകൊണ്ടാണോ നീ ഇപ്പോൾ ഈ ചോദ്യം ചോദിച്ചത്? എൻ്റെ മക്കളുടെ വാപ്പയാരെന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാടാ. അതുകൊണ്ട് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലടാ. മക്കൾ പിഴച്ചാണോ ഉണ്ടായത്, പിഴപ്പിക്കാതെയാണ് ഉണ്ടായതെന്നുള്ളത്. എന്തായാലും നിന്നെ തള്ള നിൻ്റെ പിഴച്ചാണ് പെറ്റതെന്നുള്ളത് മനസ്സിലായി. കാരണം ഇമ്മാതിരി ചോദ്യം ചോദിച്ചപ്പോൾ ഏകദേശം മുഹമ്മദ് അഷ്റഫ് എണീറ്റ് പോയി. എവിടേക്കാണ് ഞാൻ പോകേണ്ടത്? നിൻ്റെ അച്ഛൻ്റെ മയ്യത്ത് കബറടക്കാൻ കൊണ്ടെടുത്തേക്കാണോ ഞാൻ പോകേണ്ടത്? മുഹമ്മദ് അഷ്റഫേ പറയൂ, എണീച്ച് പോ എന്ന് പറയുമ്പോൾ നിൻ്റെ അച്ഛനെ കബറടക്കി ഓർത്താണോ അതോ അപ്പോൾ കബറടക്കാൻ കൊണ്ടുപോകുന്നോർത്താണോ ഞാൻ പോകേണ്ടത്? മുസ്ലിമാണോ? ബിന്ദു എന്തോടാ തെറി പറയില്ലേ? റിപ്ലൈ തായോ? എന്തിന്? മക്കളാണോ ഉസ്താദാണോ? മനസ്സിലായില്ല. നീ ഏതാടി തള്ളി? നിൻ്റെ അച്ഛൻ്റെ പുതിയ പെങ്ങളാടാ കേട്ടോ. നീയ എടി ഡേഷ് മോളെ നിർത്തിപ്പോടി തയ്യോളി ഡേഷ് നീയ. നിൻ്റെ അച്ഛൻ്റെ നെഞ്ചത്തല്ലടാ ഞാൻ തൂങ്ങിയിരിക്കണത്, അല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ്റെ നെഞ്ചത്തല്ല ഞാൻ തൂങ്ങിയിരിക്കണത്. നിനക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ നീ ഇറങ്ങിപ്പോടാ. അതല്ലെങ്കിൽ നിൻ്റെ അമ്മയ്ക്ക് സ്ത്രീധനം കിട്ടിയ സ്ഥലത്തും അല്ല ഞാൻ ഇരിക്കുന്നത് കേട്ടോ. പൊന്നാരതാത്ത 4 സ്വലാത്ത് എല്ലാം നോക്കി ലൈവിൽ വരുന്ന ഒരു നേരം കൊണ്ട് അതിലേ നല്ലത്. അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് കൂലിയെങ്കിലും കിട്ടും. ആണോ? അബ്ദുള്ള TNR. ഞാൻ എൻ്റെ മക്കളെ ചിലവിന് നീ കൊണ്ടുവന്നതാടാ. നിനക്ക് ഈ കമൻറ്റ് ടൈപ്പ് ചെയ്യുന്ന നേരം കൊണ്ട് നിനക്കൊരു 2 സ്വലാത്ത് ചൊല്ലിക്കൂടറാ, അല്ലെങ്കിൽ ദിക്ർ ചൊല്ലായിരുന്നില്ലേടാ? നിനക്കൊക്കെ ലൈവിൽ വന്നിട്ട് ഏത് ലൈവിൽ വേണമെങ്കിലും കാണാം, ആസ്വദിക്കാം, അതിനൊന്നും കുഴപ്പമില്ല അല്ലേ? ഞങ്ങളൊക്കെ വന്നിരുന്നാൽ പറയും ദിക്ർ ചൊല്ലിക്കൂടെ, സ്വലാത്ത് ചൊല്ലിക്കൂടെ, ഉമ്മയുടെ മറ്റത് ചൊല്ലിക്കൂടെ, മറിച്ചത് ചൊല്ലിക്കൂടെ. പോടാ. ഫൗസിയ ഡാഷ് കാണിക്കാമോ? എന്താടി നിനക്കില്ലേ കാണാൻ? തുണി അയച്ചിട്ട് കണ്ണാടിയിലൊന്ന് നോക്കടി, അപ്പം കാണാം കേട്ടോ. ഇർഫൂറിനു ആണും പെണ്ണും കെട്ട വർഗം 9 വിളിക്കുന്ന ആളുണ്ട്, അവരെ പോലെയാണ് സംസാരം. ആണോ ഇർഫൂറിനു? അതിനനക്ക് കുഴപ്പമുണ്ടോ? ഞാനിനി ആണും പെണ്ണും കെട്ടതാണെന്ന് വിചാരിക്കുക, അനക്ക് കുഴപ്പമുണ്ടോ? എൻ്റെ ആങ്ങളേനൊക്കെ കല്യാണം ആലോചിച്ചിട്ടുണ്ടോ? അതിൻ്റെ വിഷമം കൊണ്ടാണോ നീ പറയുന്നേ ഇതാണും പെണ്ണും കെട്ടതാണെന്നുള്ളത്? ഇനിയിപ്പം ഞാൻ ആണും പെണ്ണും കെട്ടതാണെങ്കിൽ എൻ്റെ കുടുംബത്തുള്ളവർ സഹിച്ചോളടി. നീ സഹിക്കണ്ടടി, എൻ്റെ വാപ്പ സഹിക്കണ്ടടി, എൻ്റെ ആങ്ങളാർ സഹിക്കണ്ടടി. പൊടേ കേട്ടോ. നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത് അത് നമ്മുടെ മക്കൾ കഴിക്കണം.
സെലീന. നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത് അത് നമ്മുടെ മക്കൾ കഴിക്കണം. ഇല്ലടോ, എൻ്റെ മക്കൾക്ക് എന്താ പറയുക, എരിവുള്ള ഒന്നും അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ അവർ കഴിക്കാതെ നമ്മൾ കുറേ കഴിച്ചിട്ട് എന്താ കാര്യം? എനിക്കൊന്ന് റിപ്ലൈ തരൂ, എന്താ തരേണ്ടത്? മാനം മറക്കുന്ന വൃത്തികേട് എന്ത് ചെയ്യാനാ? നല്ല ചുണ്ട് ആയിക്കോട്ടെ. നല്ല തള്ള് തൊള്ളയിലിട്ട് തരട്ടെ, നല്ല തള്ള് തൊള്ളയിലിട്ട് തരട്ടെ. തൽക്കാലം മുസ്തഫ, നിൻ്റെ ഉമ്മ ഉണ്ടാടാ മുസ്തഫ, അങ്ങ് കൊണ്ട് ഇട്ട് കൊടുക്കടാ കേട്ടോ. റസിയ ഹായ്. മതമെന്ന മണ്ടത്തരവും കൊണ്ട് നടക്കുന്ന ഒരു മണ്ടി. ഞാനല്ലടാ നടക്കണത് എൻ്റെ അഷറഫേ. നീ ഒരു കാര്യം ചെയ്യടാ അഷറഫല്ല, ഷെരീഫേ. നിൻ്റെ പേര് ഷെരീഫല്ല, നീ ഷെരീഫല്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടെന്നാലും ഞാൻ പറയാണ്. നീ ഒരു കാര്യം ചെയ്യടാ, നിൻ്റെ വീട്ടിലെ നിൻ്റെ അമ്മ, പെങ്ങള്, ഭാര്യ, മകള്, ആദ്യം നിൻ്റെ തള്ളയോട് പറയും എന്തെന്ന്, അച്ഛനെ ഒഴിവാക്കിയിട്ട് അമ്മ ആരുടെ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിലും ഒരു മുസ്ലിമിൻ്റെ കൂടെ പോകരുത് എന്നുള്ളത് ആരോട് പറയണം? ഷെരീഫേ, നിൻ്റെ തള്ളയോട് പറയണം. ഇനി നിൻ്റെ ഭാര്യയോട്, അവളോടും പറയണം, നീ എന്നെ ഒഴിവാക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ ആരുടെ കൂടെ വേണമെങ്കിലും പോയിക്കോ, പക്ഷെ ഒരു മുസ്ലിമിൻ്റെ കൂടെ പോകരുതെന്ന്. പിന്നെ നിൻ്റെ പെങ്ങള്, അവളോടും പറയണം, നീ ആരുടെ സാധനം നോക്കി പോയിട്ടുണ്ടെങ്കിലും മുസ്ലിങ്ങളുടെ സാധനം നോക്കി പോകരുത്. മകളോടും ഇതേ ഡയലോഗ് പറയണം. എന്നിട്ട് നീ വളർത്തു. എന്നിട്ട് നിന്റെ പെങ്ങളും ഭാര്യയും മകളൊന്നും കേട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യണം? ഒരിത്തിരി വിഷം എടുത്ത് നീ അങ്ങോട്ട് കഴിക്കാം കേട്ടോ, അങ്ങ് തീരട്ടെ.